തൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോകാൻ കെ സുധാകരൻ ഒരു ശ്രമം നടത്തി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ സാധാരണഗതിയിൽ കോവിഡ് വ്യാപനത്തിൻ്റെ ബ്രീഫിങ്ങുമായി ബന്ധപ്പെട്ട സമ്മേളനത്തെ വലിയ തോതിൽ രാഷ്ട്രീയ എതിരാളിയെ താറടിക്കാൻ വേണ്ടി മനഃപൂർവ്വം ദുരുപയോഗിച്ചു. അതിന് കൃത്യമായി കെ സുധാകരൻ മറുപടിയും കൊടുത്തു. ഏതായാലും അതുപോലെ ഒരു ബ്രണ്ണൻ ഫൈറ്റിലേക്ക് വീണ്ടും രാഷ്ട്രീയ കേരളത്തെ കൊണ്ടുപോയിരിക്കുകയാണ് കണ്ണൂരിലെ നിലവിലെ ജില്ലാ സെക്രട്ടറിയായ കെ രാഗേഷും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടവും. ഏതായാലും ഗോൾ അടിച്ചത് രാഹുൽ മാങ്കൂട്ടമാണ്. കെ രാഗേഷിൻ്റെ ഗോൾ പോസ്റ്റ് പൊത്തുകീറിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം കിടന്ന് കരഞ്ഞ് മെഴുകുകയാണ് നമ്മുടെ കെ രാഗേഷ്. സുധാകരനെ ഞങ്ങൾ സിംഹമായിട്ട് കണക്കാക്കുന്നില്ലെങ്കിലോ എന്ന് തുടങ്ങി രാഗേഷിൻ്റെ പ്രസ്താവന 40 മിനിറ്റോളം നീണ്ടു. എന്തേ ഇതിനെക്കുറിച്ചൊന്നും വ്യാജന മറുപടിയില്ലേ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിസംബോധന ചെയ്തത്. ഞങ്ങളൊരു മൂട്ടയുടെ സ്ഥാനം മാത്രമേ മാങ്കൂട്ടത്തിന് കൊടുത്തിട്ടുള്ളൂ എന്നും പറഞ്ഞു. ഏതായാലും മാങ്കൂട്ടം അതിന് കൊടുത്ത റിപ്ലൈ കിടിലമാണ്. ഒരു മൂട്ട കടിച്ചാൽ തീരാവുന്ന ചോരത്തിളപ്പേ CPIM-ൽ ഉള്ളൂ അല്ലേ എന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി വാസ്തവത്തിൽ അന്തം കമ്മികളെ ആകെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ്. കെ സുധാകരൻ വലിയ മാർജിനിലാണ് കെ രാഗേഷിനെ 2009 പരാജയപ്പെടുത്തിയത്. ഏകദേശം 1,50,000 വോട്ടുകൾക്ക്. കണ്ണൂർ പോലെയൊരു മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ, അതും അതിതീവ്രമായി അക്രമ രാഷ്ട്രീയം മാത്രം പയറ്റി ശീലിക്കുന്ന കെ രാഗേഷിനെ പോലൊരു വ്യക്തിയെ അവിടെ തറ പറ്റിച്ചുകൊണ്ടാണ് കെ സുധാകരൻ പാർലമെന്റിലേക്ക് കടക്കുന്നത്. മുമ്പ് അദ്ദേഹം നിയമസഭാ സാമാജികനായിരുന്നു കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം കൃത്യമായി പറയുന്നു, 6 കൊല്ലം രാജ്യസഭാ അംഗമായിരുന്നു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ജനപ്രതിനിധിയായി ഈ കെ രാഗേഷ് മാറിയിട്ടുണ്ടോ? ഇനി കെ രാഗേഷിന് ജനപ്രതിനിധിയാകണമെങ്കിൽ പയ്യന്നൂരോ കല്യാശ്ശേരിയോ ഒക്കെ നോക്കേണ്ടി വരും അല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇനി അവിടെയും അത്ര ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല. ടൈറ്റ് ഫൈറ്റ് തന്നെ ഞങ്ങൾ കാഴ്ചവെക്കും എന്ന് കെ രാഗേഷിനോട് കൃത്യമായി രാഹുൽ മാങ്കൂട്ടം ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ഒരു തീവ്രമായ സന്ദേശമാണത്. പയ്യന്നൂരും കല്യാശ്ശേരിയും ധർമ്മടവും ഒന്നും അത്ര സുരക്ഷിത മണ്ഡലമല്ല. പാർലമെന്റിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ 10,000-ന് മുകളിലേക്ക് ലീഡ് ഉറപ്പായും പോകേണ്ട മണ്ഡലങ്ങൾ കൂപ്പൂത്തി താഴേക്ക് പോവുകയാണ്. ഒന്ന് ആലോചിക്കണം. കൃത്യമായി ലീഡ് 50,000-ന് മേൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന UDF-നെ തകർത്ത് തരിപ്പണമാക്കും എന്ന് വീണ്ടും വീണ്ടും അവകാശവാദം മുഴക്കുന്ന പാർട്ടി ഗ്രാമങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഓരോന്നായി കൈവെള്ളയിൽ നിന്നും ചോരുമ്പോൾ ഇപ്പോൾ കരഞ്ഞു മെഴുകാനേ കെ രാഗേഷിനെ പോലുള്ളവർക്ക് കഴിയുന്നുള്ളൂ എന്നതാണ് വാസ്തവം.